ഫ്രണ്ട്സേ, ധന്യാണേ. എന്താണ് എല്ലാവർക്കും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോഴേ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നാളെ റിലീസാവാനിരുന്ന കേരള 2 നമ്മുടെ കോടതി ഇടപെട്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ് ഈ നിർമ്മാതാക്കളും ഈ സംവിധായകരും അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആളുകളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ വീഡിയോക്ക് ഇത്രത്തോളം പ്രമോഷൻ കൊടുക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. കാരണം അത് നമ്മുടെ കേരളത്തില് ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. 10-35 ആൾക്കാർക്ക് പിന്നെ മതം മാറ്റിയെന്നും അതുപോലെ തന്നെ അവർക്ക് നിർബന്ധിച്ച് ബീഫ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഇക്കാലത്ത് ഒരു ബീഫ് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം 400-500 റുപ്യ വരും. ഇനി ആർക്കെങ്കിലും ബീഫ് നിർബന്ധമായി കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടാ. ബീഫ് കഴിച്ചിട്ട് കുറച്ച് കാലങ്ങളായി. എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്ന് നമ്മളെ തമ്മിൽ തെറ്റിക്കുന്ന ഈ ഒരു വർഗീയവാദികളുടെ ഈ ഒരു സിനിമ കോടതി തന്നെ റദ്ദാക്കിയതിന്റെ ഒരു സന്തോഷ നിമിഷം കൂടെ പങ്കുവെക്കുകയാണ് കേട്ടാ. എന്തായാലും കോടതിക്ക് എന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരിലും 1000 നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, സുജിത് ഭക്തൻ ഫിജിയോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം പിന്നെ കണ്ട ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല കേട്ടോ, ഈ കേരളത്തില് നമ്മള് എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റാത്ത കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചരിത്രം പറയുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു സത്യം വേണ്ടേ, ഒരു നീതി വേണ്ടടോ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാനായിട്ട്. ഒരു സത്യം ഒരു നീതി ഒന്നും ഇല്ലാതെ ചുമ്മാ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അത് ആരെയാണെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. മുസ്ലിമായ ആളുകളെയാണ് ഈ തമ്മി തെല്ലിക്കാൻ പോണത്. എന്നാ പിന്നെ ക്രിസ്ത്യൻസുകളില്ലേ, അല്ലെങ്കിൽ എന്താണ്, ഞാൻ തന്നെ വീഡിയോ ഇടുന്നതിന്റെ താഴെ വന്നിട്ട് നിനക്ക് പന്നിയിറച്ചിയും പോത്തിറച്ചിയും കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടൂടെ ചോദിക്കും. പന്നിയിറച്ചിയും പോത്തിറച്ചിയും കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. നമ്മളെന്തിനാ നിർബന്ധിക്കേണ്ട ആവശ്യം? നമ്മൾ എന്തിനാണ് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് നീ അത് തിന്ന് നീ ഇത് തിന്ന് പറയേണ്ട ആവശ്യം? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഇത് വെറുതെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഈ ഒരു കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഈ ഒരു സിനിമ അവിടെ സ്റ്റോപ്പ് ആക്കിയിരിക്കുകയാണ് ഫ്രണ്ട്സെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ഇത്ര നേരം പനിച്ച് കിടക്കുകയായിരുന്നു ഞാൻ. ഈ ഒരു കാര്യം കേട്ടപ്പോൾ ചാടി എണീച്ചിട്ട് വീഡിയോ ചെയ്യാണ് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാവും, അപ്പൊ ക്ഷമിക്കുക. അപ്പൊ എന്തായാലും സുജിത് ഭക്തൻ പറയുന്ന ആ ഒരു കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാം. നമ്മുടെ നാട്ടിൽ വൻ കേരള സ്റ്റോറി വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ എവിടെ അറിയാം, ഞാൻ ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫിജിയിൽ എൻ്റെ പുറകെ കാണുന്ന ബോർഡ് കണ്ട, ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫിജി എന്ന് പറഞ്ഞ രാജ്യം ഓസ്ട്രേലിയയുടെ മേളിൽ കിടക്കുന്ന ഒരു പസഫിക് രാജ്യമാണ് ഫിജി. ആ ഫിജിയിൽ അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള സുവ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു 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 തിയേറ്ററാണ് ഈ കാണുന്നത്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു തിയേറ്റർ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് കേരള സ്റ്റോറി 2 നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക അവന്മാർ. എന്നാ വേണ്ട അവന്മാർക്ക് ഈ പടം? ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ ദേശാമർഷം വരുന്നുണ്ട്. ഇവരുടെ ഈ ഡയറക്ടറുടെ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും അപ്പന്റെ വകയാണോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ? ഭയങ്കര മോശമാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. അപ്പോഴേ ഈ കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കളും ഡയറക്ടറും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ നാട്ടിലത്തെ കേരളത്തിലത്തെ ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ അവർ തലകുനിക്കുകയാണ് നിന്നത്. എന്നിട്ട് അവർ നിരത്തി കുറെ പെണ്ണുങ്ങളെ നിർത്തിയിട്ട്, ചിലപ്പോ കാശ് കൊടുത്ത് നിർത്തിയതായിരിക്കും, അവരൊക്കെ നിർത്തിയിരിക്കുക. എന്നിട്ട് പറയണ ഞങ്ങൾ തെളിവ് കാണിച്ചു തരാം, അതാണ്ട ഈ 35 പെണ്ണുങ്ങളും അങ്ങനെ സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് മതം മാറ്റാനും ഇങ്ങനെ ബീഫ് കഴിച്ചത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള സ്ത്രീകളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ട് അവര് ഘോരഘോരമായി പറയുന്നുണ്ടായിരുന്നു. അതിലെവിടെയാണ് കേരളത്തിലെ പെൺകുട്ടികളുള്ളത്? എവിടെയാണ് പെൺകുട്ടികളുള്ളത്? ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളത് പറഞ്ഞ കഞ്ഞിക്ക് വകയില്ല, അങ്ങനെ എന്തോ പറയില്ലേ എന്ന പോലെ നിങ്ങൾ വെറുതെ കള്ളത്തരം പടച്ചു വിട്ടുകൊണ്ട് അതും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ സിനിമ ചെല്ലുമ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങൾ ഭയങ്കര ആൾക്കാരാണ്, തീവ്രവാദികളാണെന്ന് പറഞ്ഞു തീർത്താൽ എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാന്നറിയോ? അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ചിലപ്പോൾ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനും അവരെ തമ്മിൽ തല്ലിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ നിങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ഇതിന് എന്തായാലും പ്രതികരിക്കുക തന്നെ ചെയ്യും. പ്രതികരിക്കുന്നവരുടെ ഒപ്പം ഞാനും ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.